ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളൊക്കെ STD7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ക്ലാസ് വീഡിയോസ് വേണമെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റിൽ നോക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ള 6 ചോദ്യങ്ങളിൽ 5എണ്ണത്തിനെങ്കിലും നിർബന്ധമായിട്ടും ഉത്തരം എഴുതണം. അപ്പോൾ നമുക്ക് ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1, ഖണ്ഡിക വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഊർജത്തിൻ്റെ നല്ല ഉറവിടമായ കൂർക്കയിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ തോത് ഏതാണ്ട് ഉരുളക്കിഴങ്ങിന് സമാനമാണ്. കൂർക്ക നല്ല ചൂടും ഈർപ്പവുമുള്ള സ്ഥലങ്ങളിൽ വളരുന്നു. വളർച്ചയിലുടനീളം നല്ല മഴ ഇതിനാവശ്യമാണ്. ഇതിന് വരൾച്ചയെ ഒട്ടും തന്നെ ചെറുത്തു നിൽക്കാനുള്ള ശക്തിയില്ല. മഴ കിട്ടിയില്ലെങ്കിൽ നല്ല വളർച്ചയ്ക്ക് നന്നായി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂർക്ക സാമാന്യം വളക്കൂറുള്ള നല്ല നീർവാർച്ചയുള്ള പ്രദേശങ്ങളിൽ വളരുന്നു. മണ്ണിൽ ചെളിയുടെ അംശം കൂടിയാൽ കിഴങ്ങുകളുടെ ഉൽപ്പാദനത്തിനും വളർച്ചയ്ക്കും തടസ്സമാകും. കേരള കർഷകരിൽ ഓഗസ്റ്റ് 2024 വന്ന ഒരു ചെറിയ പതിപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം എ, കൂർക്കയിലെ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ ഡി, അന്നജം. കാർബോഹൈഡ്രേറ്റ് ആണ് ഉത്തരം. ചോദ്യം ബി, കൂർക്ക എവിടെയാണ് വളരുന്നത്? മഴയുള്ള പ്രദേശങ്ങളിൽ, ചൂട് കൂടിയ പ്രദേശങ്ങളിൽ, ചൂടും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ, മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ. ചൂടും ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് വളരുന്നത്. ചോദ്യം സി, മഴ കിട്ടിയില്ലെങ്കിൽ കൂർക്കയ്ക്ക് നല്ല വിളവുണ്ടാവുകയില്ല. ഈ പ്രസ്താവന ശരിയാണ്, ഭാഗികമായി ശരിയാണ്, തെറ്റാണ്, ഭാഗികമായി തെറ്റാണ്. ഭാഗികമായി ശരിയാണ് അല്ലേ? മഴയില്ലെങ്കിലും നന്നായിട്ട് നനവ് കൊടുത്താൽ കൂർക്കയ്ക്ക് വിളവ് ഉണ്ടാവും. ചോദ്യം ഡി, മഴ കിട്ടാത്ത സാഹചര്യത്തിൽ എന്തു ചെയ്യണം? കൃഷിസ്ഥലം മാറ്റണം, കൂർക്കയല്ലാത്ത മറ്റു വിളകൾ നടാം, നനച്ചു കൊടുക്കണം. എന്താണ്? നന്നായിട്ട് നനച്ചു കൊടുക്കണം. ചോദ്യം ഇ, കൂർക്കയുടെ ഉൽപ്പാദനത്തിനും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നത് എന്ത്? രാസവളങ്ങൾ, വരൾച്ച, ചെളിയുടെ അംശം, അശാസ്ത്രീയമായ കൃഷിരീതികൾ. എന്താണ് മക്കളെ? വരൾച്ചയാണ് കേട്ടോ. പ്രവർത്തനം 2, ചിത്രം നോക്കി കുറിപ്പ് തയ്യാറാക്കുക. ചിത്രം കുമ്മാട്ടിയുടെ ചിത്രമായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. സൂചനകൾ: തൃശ്ശൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും മെടഞ്ഞ പുല്ല്, മുഖാവരണം, വാഴച്ചപ്പ്, ദൈവാധീനത്തിനായി നമിക്കുന്നു, ഏകതാളത്തിൽ കൈകൊട്ടുന്നു, ആർപ്പു വിളിക്കുന്നു. കുമ്മാട്ടിക്കളി ഒരു ജനകീയ കല. തൃശ്ശൂർ ജില്ലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും പ്രധാനമായും ഓണാഘോഷത്തോടനുബന്ധിച്ച് കണ്ടുവരുന്ന വളരെ പ്രസിദ്ധമായൊരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. തനതായ വേഷവിധാനങ്ങളാണ് ഈ കലയുടെ പ്രധാന ആകർഷണം. കളിക്കാർ ശരീരമാസകലം ഉണങ്ങിയ പുല്ലും വൈക്കോലും വാഴച്ചപ്പുകളും കൊണ്ട് മൂടിക്കെട്ടുന്നു. കൂടാതെ തടിയിൽ കൊത്തിയെടുത്ത വൈവിധ്യമാർന്നതും ആകർഷകവുമായ മുഖംമൂടികളും ഇവർ ധരിക്കാറുണ്ട്. ദേശത്തെ വീടുകൾ തോറും കയറിയിറങ്ങി ദൈവാനുഗ്രഹത്തിനായാണ് കുമ്മാട്ടികൾ നൃത്തം ചെയ്യുന്നത്. പ്രത്യേകമായ നാടൻ പാട്ടുകളുടെയും വാദ്യങ്ങളുടെയും ഏകതാളത്തിനൊപ്പമാണ് ഇവർ ചുവടുവയ്ക്കുന്നത്. കുമ്മാട്ടികളുടെ വരവോടെ നാടും നഗരവും ആർപ്പുവിളികളാലും വായ്ക്കുരവകളാലും മുഖരിതമാകുന്നു. ജനങ്ങളിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്ന ഒരു മികച്ച ഉത്സവാനുഭവമാണ് കുമ്മാട്ടിക്കളി സമ്മാനിക്കുന്നത്. പ്രവർത്തനം 3, കർഷകരുടെ സഹായത്തോടെ സ്കൂളിൽ ഒരു കാർഷികോത്സവം സംഘടിപ്പിക്കുക. ഗ്രാമോത്സവമായി ഈ കാർഷികോത്സവത്തെ ജനകീയമാകാൻ നോട്ടീസ് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതിനായി കാര്യപരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക. വിദ്യാലയ കാർഷികോത്സവം 2026. നോട്ടീസ്: പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരവും തനിമയും വളർത്തിയെടുക്കുന്നതിനായി നാട്ടിലെ കർഷകരുടെ സജീവ സഹകരണത്തോടെ ഈ വർഷത്തെ കാർഷികോത്സവം ഒരു ഗ്രാമോത്സവമായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ മഹത്തായ ജനകീയ ഉത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തീയതി, അതുപോലെ സമയം രാവിലെ 9:30 മുതൽ. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. കാര്യപരിപാടികൾ: 1, രാവിലെ 9:30 ഈശ്വര പ്രാർത്ഥന. പിന്നെ രാവിലെ 9:40 സ്വാഗതം സ്കൂൾ ലീഡർ. രാവിലെ 10 ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. 7 മണിക്ക് രാവിലെ 10:30 കർഷകരെ ആദരിക്കൽ, മുതിർന്ന കർഷകർക്ക് ഉപഹാരം നൽകുന്നു. രാവിലെ 11 മണിക്ക് കാർഷിക പ്രദർശനവും വിപണനവും, വിദ്യാർത്ഥികൾ വിളയിച്ച ജൈവ പച്ചക്കറികൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് നാടൻ ഭക്ഷണമേള. ഉച്ചയ്ക്ക് 2 മണിക്ക് കാർഷിക ക്വിസ് മത്സരം. വൈകുന്നേരം 3:30 നന്ദി പ്രകാശനം. ഈ കാർഷികോത്സവം വൻ വിജയമാക്കാൻ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സഹകരണവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. സ്വാഗത സംഘം. സ്കൂളിൻ്റെ പേര്. പ്രവർത്തനം 4, സുന്ദരാലേഖ്യം നീ കേരളമേ. സുന്ദരാലേഖ്യം എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? മനോഹരം ഒരു ചിത്രം, മനോഹരമായി വരച്ച ഒരു ചിത്രം, ഭൂപടം. മനോഹരമായി വരച്ച ഒരു ചിത്രം എന്നാണ് സുന്ദരമായിട്ട് ആലേഖം ചെയ്തു വെച്ചത്. അതാണ് സുന്ദരാലേഖ്യം.
അതാണ് കേട്ടോ അപ്പോൾ ഉത്തരം. ഇതിലെ ബി ചോദ്യം, നെൽവിത്തിനങ്ങൾ കൊണ്ട് നിർമ്മിച്ച പദസൂര്യൻ നോക്കൂ. ഈ നെൽവിത്തിനങ്ങൾ ചേർത്തൊരു പൊലിപ്പാട്ടുണ്ടാക്കണം. മാതൃക നോക്കി പൂരിപ്പിച്ചാൽ മതി. നോക്കൂ, നമുക്കിതാ തന്നിരിക്കുന്ന പദസൂര്യൻ കുട്ടാടൻ, വിരിപ്പു, തവളക്കണ്ണൻ, കുറുവ, പൊക്കാളി, വരിനെല്ല്, പേരാടൻ, അളികൻ, പൊന്നാര്യൻ. അപ്പോൾ പൊലിപ്പാട്ട് മുണ്ടകൻ വിത്ത് പൊലിക പൊലിക, മുണ്ടകൻ വിത്ത് പൊലിക. അതുപോലെ ഈ ഓരോ വിത്തിനങ്ങളുടെയും പേരുകൾ ചേർത്ത് പൊലിപ്പാട്ട് പൂർത്തിയാക്കണം. എളുപ്പല്ലേ? വിരിപ്പൻ വിത്ത് പൊലിക പൊലി, വിരിപ്പൻ വിത്ത് പൊലിക. തവളക്കണ്ണൻ പൊലിക പൊലി, തവളക്കണ്ണൻ പൊലിക. പൊന്നാര്യൻ വിത്ത് പൊലിക പൊലി, പൊന്നാര്യൻ വിത്ത് പൊലിക. ഇല്ലം നിറയും നെല്ലുപൊലി, പത്തായം മൂടും നെല്ലുപൊലി, പൊലി പൊലി പൊലിക ദൈവമേ. അത് വെറുതെ ഞാനൊരു രീതിക്ക് ആ പൊലിപ്പാട്ടിൻ്റെ അവസാനം എന്നുള്ള രീതിക്ക് എഴുതിയതാണ് കേട്ടോ. പ്രവർത്തനം 5, അധികം വിളഞ്ഞാൽ വിത്തിനാക എന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചിത്രം വരച്ച് ഇതുപോലെയുള്ള പഴഞ്ചൊല്ലുകൾ ചേർത്തെഴുതി കൃഷിച്ചൊല്ലുകൾ, പഴമൊഴി, പത്തായം എന്നിവയിൽ ഏതെങ്കിലും ഒരു ശീർഷകം കൊടുത്ത് ഒരു പോസ്റ്റർ നിർമ്മിക്കൂ. കൃഷിച്ചൊല്ലുകൾ. വിത്തുഗുണം 10 ഗുണം. നല്ല വിത്ത് ഉപയോഗിച്ചാൽ 10 ഇരട്ടി മേന്മയുള്ള വിളവ് ലഭിക്കും. കന്നിയിലെ വെയിൽ കനകം പോലെ. കന്നിമാസത്തിലെ വെയിൽ കൃഷിക്ക് സ്വർണം പോലെ വിലപ്പെട്ടതാണ്. ഞാറ്റിലിറങ്ങിയാൽ ചോറ്റിലിറങ്ങാം. കൃഷി ഇറക്കാൻ കഷ്ടപ്പെട്ടാൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം. ഏത് കാര്യവും കൃത്യമായ കണക്കോടെയും ശ്രദ്ധയോടെയും ചെയ്യണം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം. കുംഭമാസത്തിൽ നട്ടാൽ നല്ല വലിപ്പമുള്ള വിളവ് ലഭിക്കും. മീനത്തിൽ പെയ്താൽ മീനും കരിയും. മീനമാസത്തിലെ മഴ കൃഷിക്ക് അത്രത്തോളം ഗുണം ചെയ്യും. ഇതിലെ അവസാനത്തെ പ്രവർത്തനം. താഴെയുള്ള പട്ടിക ശ്രദ്ധിക്കൂ. കുമ്മാട്ടിയുമായി ബന്ധമില്ലാത്ത പദങ്ങൾ മാറ്റി പട്ടിക വീണ്ടും തയ്യാറാക്കൂ. വിനോദകല, പന്നിമറിച്ചിൽ, വിളവെടുപ്പ്, ഗ്രാമീണ വീഥികൾ, മുഖാവരണം, ഗ്രാമീണ വീഥി. അപ്പോൾ ഇതിൽ കുമ്മാട്ടിയുമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ദേശോത്സവം, തള്ള, ഓണം, ആഞ്ജനേയൻ, പൊറാട്ട് വേഷങ്ങൾ, ദശപുഷ്പങ്ങൾ, പാർപ്പാടക പുല്ല്, മഴക്കാട്, ചിത്രശലഭങ്ങൾ, വാഴച്ചപ്പ്, ആർപ്പുവിളികൾ, ദൈവാധീനം, വാഴച്ചപ്പ്, തിരിയൊഴിച്ചിൽ, മഴക്കാട്, പുഴയോരം തുടങ്ങിയിട്ടുള്ളവയാണ് കേട്ടോ. ഇതിൽ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് ആദ്യം നോക്കാം. ദേശോത്സവം. തള്ള. കുമ്മാട്ടിയിലെ ഒരു പ്രധാന വേഷമാണ് തള്ള. ഓണം. ഓണക്കാലത്താണ് കുമ്മാട്ടി നടക്കുന്നത്. ആഞ്ജനേയൻ. ഹനുമാന്റെ മുഖം മൂടി അണിഞ്ഞ വേഷം ഇതിലുണ്ടാവും. വിനോദകല. പിന്നെ അത് ബ്രാക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. പച്ചില മറിച്ചിൽ അല്ലെങ്കിൽ വാഴച്ചപ്പ് ശരീരത്തിൽ അണിയുന്ന വേഷമാണത്. മുഖാവരണം. കുമ്മാട്ടിയുടെ പ്രധാന ആകർഷണമാണ് മുഖാവരണം. ഗ്രാമീണ വീഥികൾ. കുമ്മാട്ടി സംഘം വീടുകൾ തോറും കയറി ഇറങ്ങുന്ന വഴികളാണ്. അതും ബ്രാക്കറ്റിലുള്ളതാണ്. പിന്നെ ആർപ്പുവിളികൾ. അപ്പം ബ്രാക്കറ്റിൽ നിന്നും പട്ടികയിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കുമ്മാട്ടിയുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെയാണ്. ബാക്കിയുള്ളത് കുമ്മാട്ടിയുമായിട്ട് ബന്ധമില്ലാത്ത വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു സെറ്റ് ചോദ്യപേപ്പറിൽ മോഡൽ ചോദ്യങ്ങളിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്